കേരളത്തിൽ അങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി എത്തിയിരിക്കുന്നു. 1000-ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇക്കുറി പുതുതായി 5 വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. ആരൊക്കെ ജയിക്കും, ഏതൊക്കെ മുന്നണികൾ പഞ്ചായത്തുകൾ പിടിക്കും എന്നതൊക്കെ പ്രാദേശികമായി വോട്ടർമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇക്കുറി തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഏറെ സങ്കീർണം കൂടിയാണ്. കാരണം മത്സരിക്കാൻ, വാർഡ് മെമ്പറാകാൻ, കൗൺസിലറാകാൻ നിരവധി പേരാണ് ഓരോ പാർട്ടികളിലും തിക്കിത്തിരക്കുന്നത്. എന്തായാലും ആർക്കൊക്കെ മത്സരിക്കാൻ കഴിയില്ല എന്ന് സംബന്ധിച്ച് പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി നിയമത്തിലെ വ്യവസ്ഥകൾ ക്രോഡീകരിച്ച് വ്യക്തമായ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വ്യവസ്ഥ സംബന്ധിച്ച് സംശയമുള്ള സ്ഥാനാർത്ഥികൾ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ അതിനൊക്കെ ഒരു വ്യക്തത വരുത്തിയ ശേഷം നാമനിർദ്ദേശ പത്രിക കൊടുത്താൽ വളരെ നന്നായിരിക്കും. അല്ലാതെ പത്രികയൊക്കെ നൽകി അത് തങ്ങളുടേതായ തെറ്റുകൊണ്ട് അത് തള്ളുകയാണെങ്കിൽ CPM-നെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറഞ്ഞു ഒരു കാര്യവുമില്ല. CPM-ന്റെ വോട്ട് രാജ് കൊണ്ടാണ് തങ്ങളുടെ പത്രിക തള്ളിയത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം വളരെ വ്യക്തമായി മാനദണ്ഡങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നാമനിർദ്ദേശ പത്രിക വാർഡ് തലത്തിൽ പോലും നൽകാനായിട്ട്. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ മത്സരിക്കുന്ന ആൾ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു വാർഡിലെ വോട്ടറായിരിക്കണം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ അദ്ദേഹത്തിന് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നയാൾ അതേ വാർഡിലെ വോട്ടർ തന്നെയായിരിക്കണം. അതിനൊരു മാറ്റവുമില്ല. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ അധികാരപ്പെടുത്തിയവർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവ നിയന്ത്രിക്കുന്ന കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ താൽക്കാലിക, കരാർ, ദിവസ വേതനക്കാർ അടക്കം ആർക്കും മത്സരിക്കാൻ ഇത്തവണയും കഴിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും 51% കുറയാതെ ഓഹരിയുള്ള കമ്പനികളിലും സഹകരണ സ്ഥാപനങ്ങളിലുമുള്ള ജീവനക്കാർക്കും അയോഗ്യതയുമുണ്ട്. സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു ബോർഡിലെയോ ദേവസ്വം ബോർഡ് അടക്കമുള്ള ബോർഡുകളിലെയോ സർവകലാശാലയിലെയോ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും സ്ഥാനാർത്ഥിയാകുന്നതിന് ഒരു അനുവാദവുമില്ല. പാർട്ട് ടൈം ജീവനക്കാരും ഓണറേറിയം കൈപ്പറ്റുന്ന ജീവനക്കാരും ഒക്കെ ഇതിൽപ്പെടും. സംസ്ഥാന സർക്കാരിന് 51% ഓഹരി ഇല്ലാത്ത പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് ഒരു മടിയും കൂടാതെ മത്സരിക്കാം. പിന്നെ അംഗൻവാടി ജീവനക്കാർ, ബാലവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ ഇവർക്ക് മത്സരിക്കാം. സാക്ഷരതാ പ്രേരന്മാർക്ക് പഞ്ചായത്തുകളിൽ മാത്രമേ മത്സരിക്കാനുള്ള സംവിധാനമുള്ളൂ. KSRTC ജീവനക്കാർ, എംപാനൽ കണ്ടക്ടർമാർ, ഇലക്ട്രിസിറ്റി ബോർഡ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ 179 ദിവസത്തേക്ക് നിയമിക്കപ്പെടുന്ന താൽക്കാലിക ജീവനക്കാർ ഇവർക്ക് മത്സരിക്കാനാകില്ല. കുടുംബശ്രീ CD ചെയർപേഴ്സൺമാർ ജീവനക്കാരല്ലാത്തതിനാൽ അവർക്ക് മത്സരിക്കാൻ അയോഗ്യതയില്ല, അവർക്ക് മത്സരിക്കാം. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ CDs അക്കൗണ്ടന്റുമാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കുണ്ട്. സർക്കാരുമായോ തദ്ദേശ സ്ഥാപനവുമായോ നിലവിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാൾ അയോഗ്യനാണ്. എന്നാൽ മുമ്പ് ഏതെങ്കിലും ഒരു കരാർ പണിയിലോ അവകാശമുണ്ടായിരുന്നു എന്ന കാരണത്താൽ അയോഗ്യത ഉണ്ടാകില്ല, അവർക്ക് മത്സരിക്കാം. സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ഏതെങ്കിലും ഒരു ജോലി ഏറ്റെടുത്തവർക്കും മത്സരിക്കാം. തദ്ദേശ സ്ഥാപനത്തിന്റെ കെട്ടിടമോ കടമുറിയോ വ്യാപാര ആവശ്യത്തിന് വാടക വ്യവസ്ഥയിലോ പാട്ട വ്യവസ്ഥയിലോ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മത്സരിക്കാം, അയോഗ്യതയല്ല. പിന്നെ ഏറ്റവും കടുത്ത അയോഗ്യത ഇനി പറയാൻ പോകുന്നതാണ്. സർക്കാരിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ ഏതെങ്കിലും കുടിശ്ശിക ഇപ്പോഴും ബാക്കി വച്ചിരിക്കുന്നവർ അയോഗ്യരാണ് മത്സരിക്കാൻ. കുടിശ്ശികക്കാരെ കണക്കാക്കുന്നതിന് അത് സംബന്ധിച്ച് ബില്ലോ നോട്ടീസോ നൽകുകയും അതിൽ നിർദ്ദിഷ്ട സമയത്തിന് ശേഷവും തീർപ്പാക്കിയില്ലെങ്കിൽ മാത്രമാണ് ഇവർക്ക് അയോഗ്യത. അത് തീർപ്പാക്കി കഴിഞ്ഞാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തീർപ്പാക്കിയാൽ അവർക്ക് മത്സരിക്കാം. പക്ഷെ ഇത് ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സംഘങ്ങൾക്കോ നൽകുന്ന കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനം നൽകാനുള്ള കുടിശ്ശികയെ കണക്കാക്കാനും പറ്റില്ല. ബാങ്കുകൾ, KFC, KSFE മുതലായവ കൊടുക്കാനുള്ള കുടിശ്ശിക റവന്യൂ റിക്കവറിയുടെ നടത്തുന്നെങ്കിലും അത് ഒരു കുടിശ്ശികയെ കണക്കാക്കില്ല. അപ്പോൾ അവർക്കൊക്കെ മത്സരിക്കാം. സർക്കാരിന് ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിന് നൽകാനുള്ള കുടിശ്ശിക ഗഡുക്കളാക്കി അടയ്ക്കാൻ ആ സ്ഥാപനത്തിന് അനുമതി ഉണ്ടെങ്കിൽ, അതിൽ ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ കുടിശ്ശികക്കാരനെ കണക്കാക്കി ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും വിലക്കുകയുള്ളൂ. 51 ജനപ്രാതിനിധ്യ നിയമത്തിലെ 8-ാം വകുപ്പിൽ പരാമർശിച്ചുള്ള ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതോ അല്ലെങ്കിൽ സാൻമാർഗിക ദൂഷ്യം ഉൾപ്പെടെ ഒരു കുറ്റത്തിന് 3 മാസത്തിൽ കുറയാതെയുള്ള ഒരു കാലത്തേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെട്ടതായ ആൾക്ക് അയോഗ്യത ഉണ്ടാകും, മത്സരിക്കാൻ പറ്റില്ല. ശിക്ഷിക്കപ്പെട്ടാൽ ജയിൽ മോചിതനായ ശേഷം 6 കൊല്ലം വരെ അയോഗ്യനാണ് എന്നുകൂടി ഓർക്കണം.
ശിക്ഷ നടപ്പാക്കുന്നത് അപ്പീൽ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ശിക്ഷ സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം അയോഗ്യത ഉണ്ടാകും. അപേക്ഷ സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസത്തെ സ്ഥിതിയാണ് യോഗ്യതയ്ക്കും അയോഗ്യതയ്ക്കും കണക്കാക്കുക. ഏതെങ്കിലും ഒരു കേസുകളിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. അഴിമതിക്കോ കൂറില്ലായ്മയ്ക്കോ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പിരിച്ചുവിടപ്പെട്ട തീയതി മുതൽ 5 വർഷത്തേക്ക് അയോഗ്യത ഉണ്ടാകും. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൂറുമാറ്റ നിരോധന ആക്ടിലെ വ്യവസ്ഥ പ്രകാരം അയോഗ്യരാക്കപ്പെടുന്നവർക്ക് അയോഗ്യരാക്കപ്പെട്ട തീയതി മുതൽ 6 വർഷം തികയുന്നത് വരെ മത്സരിക്കാനേ പറ്റില്ല. അയോഗ്യത സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ഉണ്ടെന്ന കാരണമെന്നും പറഞ്ഞ് ഈ അയോഗ്യതയിൽ നിന്നും രക്ഷപ്പെടാനുമാകില്ല. സ്റ്റേ ഉത്തരവ് പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടത് വരണാധികാരി തന്നെയാണ്. സ്വാഭാവികമായും അവർക്കും മത്സരിക്കാൻ വിലക്കുണ്ട്. സർക്കാരുമായുള്ള ഏതെങ്കിലും കരാറിലോ ലേലത്തിലോ വീഴ്ച വരുന്നതിന്റെ ഫലമായി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയോഗ്യനാകും. തദ്ദേശ സ്ഥാപനത്തിന്റെ ധനമോ മറ്റു വസ്തുക്കളോ നഷ്ടപ്പെടുത്തുകയോ പാഴാക്കുകയോ ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്ന് തദ്ദേശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അയോഗ്യനാകും. ഒരാൾ ബധിരമൂകനാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാൻ അയോഗ്യനാണ്. അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വിലക്കുണ്ടെങ്കിൽ അയോഗ്യനാണ്. സർക്കാർ അഭിഭാഷകർക്ക് പുറമെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് വേണ്ടി പ്രതിഫലം പറ്റുന്ന അഭിഭാഷകനായി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു അഭിഭാഷകനും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശേഷം ചെലവിന്റെ വരവ് ചിലവ് കണക്കുകൾ സമർപ്പിക്കാത്ത കാരണത്താൽ അയോഗ്യരാക്കിയ വ്യക്തിക്ക് ഉത്തരവിറങ്ങിയ തീയതി മുതൽ 5 വർഷക്കാലം അയോഗ്യത ഇപ്പോഴും നിലവിലുണ്ട്. ഗ്രാമസഭയുടെയോ വാർഡ് സഭയുടെയോ യോഗം വിളിച്ചു കൂട്ടുന്നതിന് വീഴ്ച വരുത്തുകയോ അതിന്റെ ഫലമായി അംഗമായി തുടരവേ തദ്ദേശ സ്ഥാപനത്തിന്റെയോ അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ യോഗത്തിൽ ഹാജരാകുകയോ ചെയ്യാത്ത കാരണമുള്ള അയോഗ്യത ഇത്തരം കമ്മിറ്റികളുടെ കാലാവധി കഴിയുന്നത് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ. അവർക്ക് ഈ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത ഇല്ല. ഒരാൾക്ക് തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു വാർഡിലേക്ക് മാത്രമേ മത്സരിക്കാനാകൂ. ഒന്നിൽ കൂടുതൽ വാർഡിലേക്ക് മത്സരിച്ചാൽ എല്ലാ പത്രികകളും നിരസിച്ചിരിക്കും. എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ ഒന്നിലധികം തലങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ ഒരാൾക്ക് മത്സരിക്കാം. പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന 2A ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് സ്ഥാനാർത്ഥികൾ ഉറപ്പാക്കണം. സ്ഥാനാർത്ഥിയുടെ യോഗ്യതയും അയോഗ്യതയും സംബന്ധിച്ച് ബന്ധപ്പെട്ട ഭരണാധികാരിമാർക്ക് അർത്ഥ നീതിന്യായ സ്വഭാവമുള്ള നടപടി സ്വീകരിക്കാൻ അധികാരമുണ്ട്. പിന്നെ പട്ടികവർഗ വിഭാഗങ്ങൾക്കൊഴികെ സംവരണം ചെയ്യാത്ത ഏത് വാർഡിലും സ്ത്രീകൾക്ക് മത്സരിക്കാം. അത് വനിതാ സംവരണ വാർഡ് മാത്രമേ ആകാവൂ എന്നില്ല. എന്നാൽ പുരുഷന്മാർക്ക് പൊതു വാർഡിലെ മത്സരിക്കാനാകും. സ്ത്രീകൾക്ക് പട്ടിക വിഭാഗങ്ങൾ ഒഴികെ സംവരണം ചെയ്യാത്ത ഏത് വാർഡിലും ഒരു ജനറൽ കാറ്റഗറിയിലെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് മത്സരിക്കാം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച